നിങ്ങളൊരു IT വിദ്യാർത്ഥിയോ അതല്ലെങ്കിൽ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കൊരു കഴുത്ത് വേദനയോ തോൾ വേദനയോ ഉണ്ടാവാം. എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ കാരണം നിങ്ങൾക്ക് ഒരു രോഗമുള്ളത് കൊണ്ടല്ല, നിങ്ങളുടെ കഴുത്തിൻ്റെ എല്ലുകളും പേശികളും സദാസമയം ഇത് വർക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള സ്ട്രെയിനാണ്. നെക്ക് സ്ട്രെയിൻ അല്ലെങ്കിൽ മസിൽ സ്ട്രെയിൻ എന്ന് പറയും. ഇത് ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇതിനിടയ്ക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറും നിങ്ങൾ ഇരിക്കുന്ന സ്ഥലവും അതിന് എർഗണോമിക്സ് എന്ന് പറയും, ഇരിക്കുന്ന സ്ഥലം വളരെ പെർഫെക്റ്റ് ആക്കി വെക്കുക. നിങ്ങളുടെ കഴുത്തിൻ്റെയും തലയുടെയും പൊസിഷൻ വളരെ ക്ലിയർ ആയിരിക്കണം. ചിലപ്പോൾ നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ഇടയ്ക്ക് നിങ്ങളൊരു ഇൻ്റർവെൽ എടുത്ത് നിങ്ങളുടെ കഴുത്തിൻ്റെയും എല്ലുകളുടെയും പേശികൾ ശക്തിപ്പെടുത്തുന്ന തരത്തിൽ ചില വ്യായാമങ്ങളുണ്ട്. ആ വ്യായാമങ്ങളെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് പോകേണ്ടി വരും. ഷോൾഡർ ഷ്രഗിങ്, നെക്കിലെ ഐസോമെട്രിക് എക്സസൈസുകൾ, ഇതൊക്കെ ഇടയ്ക്ക് ചെയ്യാം. അത് ബ്രേക്ക് എടുത്തിട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കഴുത്തിൻ്റെയും ഷോൾഡറുകളുടെയും ഒക്കെ വേദന ഒരുപാട് കുറയ്ക്കാൻ കഴിയും. നിങ്ങളൊരു ലാപ്ടോപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കഴിയുന്നത് നിങ്ങളുടെ മടിയിൽ വെക്കാതെ നോക്കുക. നിങ്ങളൊരു ടേബിളിൽ വെച്ച് നിങ്ങളുടെ എൽബോ രണ്ടും സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ കഴുത്തുകൾ സ്ട്രെയിറ്റ് ആക്കി വെച്ചിട്ട് ലാപ്ടോപ്പ് ഉയർത്താനുള്ള സ്റ്റാൻഡുകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് നോക്ക്, കൃത്യമായിട്ടുള്ള പൊസിഷൻ പോസ്ചർ കീപ്പ് ചെയ്യുക. പിന്നെ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യം നിങ്ങളുടെ വൈറ്റമിൻ D ചെക്ക് ചെയ്യുക. കാരണം നിങ്ങൾ അധികവും ഒരു വാഹനത്തിൽ വന്ന് നിങ്ങളുടെ റൂമിലിരിക്കുന്നു, തിരിച്ചു പോകുന്നു, നിങ്ങൾ സൺലൈറ്റ് എക്സ്പോഷർ ഇല്ല, നിങ്ങളൊരു IT ഫീൽഡിലായതുകൊണ്ട് നിങ്ങളുടെ ഭക്ഷണ രീതി ശരിയായിരിക്കില്ല. അപ്പം നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ വൈറ്റമിൻ D ചെക്ക് ചെയ്ത് വൈറ്റമിൻ D കറക്റ്റാണോ എന്ന് നോക്കണം. ബിലോ 30 ആണെങ്കിൽ അത് ഇൻസഫിഷ്യൻ്റ് ആണ്. ഇതും കഴുത്ത് വേദനയ്ക്കും ഒക്കെ വളരെ കാരണമാവുന്ന ഒരു പ്രത്യേക ഒരു കാര്യമാണ് ഈ വൈറ്റമിൻ D അഭാവം എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളുടെ മനസ്സ് ശരീരവും വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളൊരു IT വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ പ്രൊഫഷണലോ ആണെന്ന് വെച്ചിട്ട് നിങ്ങൾ ഒരുപാട് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പലതരത്തിലുള്ള ജോലികൾ ഇതുപോലെ പ്രൊലോങ്ഡ് ആയിട്ട് ചെയ്യുന്നവരുണ്ട്. ഇതെല്ലാം കൂടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കഴുത്ത് വേദനയും ഷോൾഡർ വേദനയൊക്കെ ഒഴിവാക്കാൻ പറ്റും തീർച്ചയായും. Stay healthy. Follow for more.